അസ്സലാമലൈക്കും. കൊച്ചടുക്കളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓണസദ്യ ഉണ്ടാക്കാനായിട്ട് പച്ചക്കറികളെല്ലാം എടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കട്ട് ചെയ്തെടുക്കാം. സാമ്പാർ പൊടി ഉണ്ടാക്കാനായിട്ട് ഞാൻ കുറച്ച് പരിപ്പ്, ഉഴുന്ന്, കായം, ഉലുവ എല്ലാം ഇട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ചെറിയ ഉള്ളി, വെള്ളുള്ളി, പിന്നെ മല്ലി, മുളക് എല്ലാം കൂടെയും വറുത്തെടുത്ത് പൊടിച്ചെടുക്കണം. ഈ സാമ്പാറിൽ തേങ്ങ വറുത്ത് അരക്കണില്ല. സാമ്പാർ അങ്ങനെ റെഡിയായി. ഇനി അടുത്ത കറി ഉണ്ടാക്കാം. കുറുക്ക് കളൻ ഉണ്ടാക്കാൻ തേങ്ങയും പച്ചക്കായയും അരിഞ്ഞിട്ടേക്കുന്നത്. അതിൽ 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക്, കുറച്ച് ഉപ്പ് എന്നിട്ട് വേവിക്കണം. ശരിക്കും വെന്തതിന് ശേഷം തൈര് ഇടണം. 2 കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കണമുണ്ട്. തൈരിൽ കിടന്നൊന്ന് വറ്റിച്ചെടുക്കണം. തൈര് നന്നായിട്ട് ഇപ്പോൾ വറ്റി വന്നിട്ടുണ്ട്. 2 കപ്പ് തൈരാണ് ഒഴിച്ചത്. അതിലിപ്പോൾ പകുതിയോളം വറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി തേങ്ങ, ജീരകവും പച്ചമുളകും കൂടി അടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് തേങ്ങയും 1/2 ടീസ്പൂൺ ജീരകം, 2 പച്ചമുളകും കൂടി അടിച്ച് കളൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് ഒന്ന് താളിച്ചു കൊടുക്കാം. താളിക്കാനായിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ നെയ്യ് കൂടി ഒഴിക്കുന്നുണ്ട്. കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഉലുവ, കുറുക്ക് കളൻ റെഡിയായി. കേബേജ് ഉണ്ടാക്കാനായിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കുറച്ച് സവാള, പച്ചമുളക്, വേപ്പില, നല്ല ജീരകം, ലേശം മഞ്ഞൾപ്പൊടി, തേങ്ങ എല്ലാം കൂടി വഴറ്റി കേബേജ് ഇട്ട്. ഇപ്പോൾ കേബേജ് റെഡി ആയിട്ടുണ്ട്. അവിയൽ റെഡി ആയിട്ടുണ്ട്. പാലട റെഡി ആയിട്ടുണ്ട്. ഗോതമ്പ് പായസം റെഡി ആയിട്ടുണ്ട്. എല്ലാം അങ്ങനെ കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് അതിന് പിന്നീട് ഓരോന്നായിട്ട് കാണിക്കാം. ഞാൻ കറികളെ ഓരോന്നായിട്ട് പരിചയപ്പെടുത്താം. ഇത് ഓലൻ, രസം, ബീറ്റ്റൂട്ട് കിച്ചടി, കുറുക്ക് കാളൻ, പുളിങ്കറി, കൂട്ടുകറി, കാബേജ്, സാമ്പാർ, അവിയൽ. കൊച്ചടുക്കളയുടെ സദ്യ പൊളിച്ചോട്ടാ. കറികളുടെ റെസിപ്പി ഓരോന്നായിട്ട് പിന്നീട് വിട്ടുതരാം. എല്ലാവർക്കും കൊച്ചടുക്കളയുടെ ഓണാശംസകൾ.
എല്ലാവരും ഇത് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇൻഷാ അല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.